അത്താഴം ഉണ്ടാൽ അരക്കാതെ നടക്കണമെന്നാ. അതിന് ഈ ആരോഗ്യം ഉണ്ടെങ്കിലേ ഒരാളുണ്ടാ പോരെ. ഈ ആരോഗ്യം ഉണ്ടണോ? അല്ല, അളിയനോട് കുറച്ചു ദിവസം ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിക്കണം. എന്താ? ഈ വടി പോലുള്ള ശരീരത്തിന്റെ രഹസ്യം എന്താ? ഇനി വല്ല കരിങ്കുരങ്ങ് രസാനും മറ്റും സേവിച്ചതാണോ? മൃഗശാലക്കാർക്ക് പോലും വേണ്ടാത്ത മനുഷ്യ കുരങ്ങന്മാരുള്ളപ്പോ പിന്നെ എന്തിനാണ് അളിയാ കരിങ്കുരങ്ങ്? എന്തായാലും ഈ ആരോഗ്യവാനായ അളിയനോട് എനിക്കൊരു അപേക്ഷ ഉണ്ട്. എന്താ പറഞ്ഞോളൂ. അയ്യോ, അത് വെളിച്ചത്ത് പറയാൻ പറ്റില്ല. എന്നാ ഇരുട്ടത്തേക്ക് പോവാം. എന്താ അളിയാ പ്രശ്നം? ഞാൻ ഇടപെടണോ? വേണം. ഞാൻ മരിച്ചാൽ ശവക്കൂടയിൽ നിന്നും കീറിയെടുത്ത മുന്തല ബലികർമ്മങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് നനച്ച് തലയിൽ കെട്ടണം. തളരരുത്. വലത് കാൽമുട്ട് ബലിത്തറയോട് അമർത്തി കറുകപ്പുല്ല് മോതിരമായി വലത് വിരലിട്ട് ബലിച്ചോറുരുട്ടി നാക്കിലിൽ വെക്കുമ്പോ പതറരുത്. നനഞ്ഞ കൈപ്പത്തികൾ ഏറെ മുട്ടിയിട്ടും കാക്കകൾ എത്താൻ വൈകുമ്പോ ഇടരരുത്. എടാ, നമുക്കൊന്ന് തൃശ്ശൂർ പൂരത്തിന് പോയാലോ? ഇപ്പോഴോ? 10 മണിക്കൊരു ബസ് ഉണ്ട്. അതിന് പോയാ ഉച്ചയോടുകൂടി അവിടെ എത്തും. ഉഗ്രം വെടിക്കട്ടാടാ. അപ്പൊ ഇന്ന് തിരിച്ചു വരാൻ പറ്റില്ലല്ലേ? അതില്ല. ആ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്റെ വീട്ടിൽ ഒരു വെടിക്കെട്ടിന് തീ കൊടുത്തിട്ട് അങ്ങോട്ട് പോയാലോ? എന്ത്? അല്ല, ഞാനില്ലെങ്കിൽ എന്റെ പ്രസൻസ് വീട്ടിൽ ഫീൽ ചെയ്യണം. ഞാൻ പോകുന്നു, പ്രേതമായിട്ട് തിരിച്ചു വരും, പ്രതികാരം ചെയ്യാൻ എന്നൊരു കുറിപ്പെഴുതി ആരെങ്കിലും വഴി എന്റെ മൂത്തളിയൻ രാമുണ്ണി മാഷിന്റെ കയ്യിലങ്ങോട്ട് എത്തിച്ചാലോ? അത് വേണോടാ? വേണം. 10 മണിക്കാണ് എനിക്ക് കുറിപ്പ് കിട്ടിയത്. അപ്പോ ചത്ത് നരകത്തിലെത്താനുള്ള സമയമായി. ഇവിടുന്ന് നരകത്തിലേക്ക് എത്ര സമയം എടുക്കും? ഇപ്പോഴൊക്കെ 5 മിനിറ്റ്സ് മതി. ഓഹോ. ബാലകൃഷ്ണൻ വന്ന് വിവരം അറിയിച്ചപ്പോ തന്നെ അഡ്വാൻസ് ആയിട്ട് ഞാൻ 3 ദിവസത്തെ ലീവ് എടുത്തു. വല്ല റെയിൽപാളവുമായിരിക്കും അവൻ ചാകാൻ തിരഞ്ഞെടുക്കുന്നത്. എന്നോട് പ്രതികാരം ചെയ്യാൻ നടക്കുകയല്ലേ? എന്നാ അങ്ങനെ മതിയായിരുന്നു. എങ്ങനെ? എന്തോ ഒരു പുറംവിളി കേട്ടില്ലേ? പുറകെ നല്ല വിളി, മുൻവിളിയാ. ഞാനും അത് കേട്ടു. നാരായണ. നാരായണനൊന്നും അല്ല. ആ നാരായണല്ല. നാരായണ നാരായണ നാരായണ. ഒരു നിഴൽ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് തോന്നുന്നത്. തോന്നലല്ല, വരുന്നുണ്ട്. ആരാണ്? ചോദിച്ചു കേട്ടില്ലേ? ഞാനാ.